ഇന്നത്തെ റെസിപ്പി വെജ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഫ്രൈഡ് റൈസിന് 1000 വേർഷൻസ് ഉണ്ട്. ഓരോ വീട്ടിലുണ്ടാക്കുന്നതും ഓരോരുത്തരുണ്ടാക്കുന്നതും ഓരോ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നതും ഒക്കെ ഓരോ യുണീക്നെസ് ആണ്. അവരവരുടേതായിട്ടുള്ള ഓരോ സ്റ്റൈലുണ്ട്. കുക്കിങ്ങിലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിലോ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും പഠിക്കാം. ഇനി ഏത് ഫ്രൈഡ് റൈസും ഉണ്ടാക്കാനുള്ള ടെക്നിക്കും പഠിക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസ്മതി റൈസാണ്. അതും വൈറ്റ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വൈറ്റും ബ്രൗണും ബസ്മതി റൈസ് കിട്ടാനുണ്ട്. അതിൽ വൈറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തേത് അരി കഴുകി കുതിർക്കാൻ വെക്കാതെ നമുക്ക് നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. രണ്ടാമത്തെ മെത്തേഡിൽ അരി കഴുകി 15 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ എടുക്കാം. ഇവിടെ ആദ്യത്തെ മെത്തേഡിൽ കുക്കിംഗ് കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ കറക്റ്റ് ടൈം നോക്കി അരി പുറത്തേക്ക് എടുക്കാൻ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡിൽ കുക്കിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആസ് എ ഫ്രഷർ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് ടൈമിന് പുറത്തേക്ക് എടുക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അരിയുടെ പാകം ഒരു ഫ്രൈഡ് റൈസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ ആദ്യത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അരി കുതിർക്കുന്നില്ല. 5-6 തവണ കഴുകി നല്ലോണം എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അരി വേവിച്ച് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം അധികം വെള്ളം വെച്ച് വാർത്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ പാകം നോക്കി വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. അതായത് വെള്ളത്തിൽ ഒരിത്തിരി അധികം ഉപ്പ് നിൽക്കുന്ന വണ്ണം ഉപ്പ് ചേർത്താൽ അരിക്ക് പാകത്തിന് ഉപ്പ് കിട്ടും. വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിൽ താഴെ പോകണ്ട. ഇനി നമുക്ക് അരി ഒരു 75%, ഒരു 1/4 ഭാഗം കുക്കാകുന്നത് വരെ അടുപ്പിനടുത്ത് തന്നെ നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റിൽ താഴെ എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു 4.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അരിമണി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അധികം മഷിയല്ല, അധികം വെന്തുടഞ്ഞിട്ടുമില്ല, എന്നാൽ കടിപ്പുമില്ല. ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കാൻ. ഇനി അരി വാർത്തെടുക്കാം നമുക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കും 1/4 ഭാഗമല്ലേ കുക്കായിട്ടുള്ളൂ എന്ന്. പക്ഷേ അരി വാർത്തെടുത്താലും നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. അപ്പോഴും കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക നേരം അരിപ്പയിൽ വെച്ചാലും തന്നെ അരിയുടെ പാകം അധികമായിപ്പോവും. അതുകൊണ്ട് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്, കുക്കിംഗ് പ്രോസസ്സ് ഒന്ന് സ്ലോവർ ആക്കാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾ പോർഷൻ തയ്യാറാക്കാം. ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വളരെ പൊടിപൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും പൊടിപൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഒരു 10-15 സെക്കൻഡ് നേരം. ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾ പോർഷൻ തയ്യാറാക്കുന്നത് എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് വല്യുള്ളിയാണ്. ഒരു 1/3 കപ്പ് വരും, ഏകദേശം 80 ഗ്രാം. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ ചെറിയ ഉള്ളിയുടെ തണ്ടിൻ്റെ വൈറ്റ് പോർഷൻ, അത് ഏകദേശം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 20 സെക്കൻഡ് നേരം മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികൾ ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, കോണിൻ്റെ കേർണൽസ് ഇത്രയും എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ പോർഷനാണ് എടുത്തിട്ടുള്ളത്, 80 ഗ്രാം. ഒരു 1/3 കപ്പ്. ഇതിൽ കോൺ മണികൾ മാത്രം ഞാൻ ഓൾറെഡി പുഴുങ്ങിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇതിന് പകരമോ വേറെ എന്ത് ചേർത്താലും, അതായത് പനീർ ചേർത്താൽ പനീർ ഫ്രൈഡ് റൈസായി,
നോൺ വെജ് ചേർത്താൽ നോൺ വെജ് ഫ്രൈഡ് റൈസ് ആയി, എഗ്ഗ് ചേർത്താൽ എഗ് ഫ്രൈഡ് റൈസ് ആയി, ഇനി എല്ലാം കൂടി ചേർത്താൽ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയി. കൂടെ ഇഷ്ടമുള്ള സോസുകളും ചേർക്കാം. ബാക്കിയെല്ലാം ഈ വീഡിയോയിലുള്ള അതേപോലെ ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റിർ ഫ്രൈ ചെയ്യാം. ഒരു 1 മുതൽ 1.5 മിനിറ്റ് വരെ. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എടുത്തിട്ട് കടിച്ചു നോക്കിയാൽ മതി വെന്തോ എന്നുള്ളത്. വേവണം, പക്ഷെ സോഫ്റ്റ് ആവാൻ പാടില്ല. ഇതിലെ വെജിറ്റബിൾസ് കുറച്ചൊരു ഫേം ആയിട്ട് തന്നെ നിൽക്കണം. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കാം. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പെപ്പർ പൗഡർ സാധാരണ ഫ്രൈഡ് റൈസിൽ ചേർക്കുന്നത് ഇന്ത്യൻ വേർഷനിലാണ്. ഇനി അത് ഇഷ്ടമല്ല, ചില്ലി ഫ്ലേക്സ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. വെജിറ്റബിൾസ് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടെ ചേർക്കാം. ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. കുക്ക് ചെയ്ത റൈസ് മുഴുവനായിട്ടും ചേർത്തിട്ട് അറ്റം കട്ടിയില്ലാത്ത ഒരു സ്പാച്ചുലയോ തവിയോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി ചേർത്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ സാധാരണ വഴറ്റും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വഴറ്റരുത് കേട്ടോ, അരി പൊട്ടിപ്പോവും. റൈസ് മുഴുവനായിട്ടും മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് 2 കാര്യങ്ങൾ ചേർക്കുകയാണ്. ആദ്യത്തേത് ഡാർക്ക് സോയ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനൊരു നാച്ചുറലി ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ചേർക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തേത് 1.5 ടീസ്പൂൺ വിനെഗർ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. റൈസിലേക്ക് പെപ്പർ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡാർക്ക് സോയ സോസ് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ സമയത്ത് 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഒനിയന്റെ തണ്ട് പച്ചഭാഗം, അതായത് നമ്മുടെ ചെറിയുള്ളിയുടെ തണ്ടിന്റെ പച്ചഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും പറയുക സെർവ് ഇറ്റ് ഹോട്ട് എന്നാണ്. ഫ്രൈഡ് റൈസ് എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യാനാണ് പറയുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ത് ഭക്ഷണവും ഒന്ന് ഇരുന്ന് തണിയുമ്പോഴാണ് അതിൻ്റെ ശരിയായ രുചി അറിയാൻ പറ്റുക. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക ഫ്രഷേഴ്സിനാണ് കേട്ടോ. ഇനി അല്ല വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.